ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നീക്കുപോക്കുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ജയിച്ച വാർഡുകളിൽ ബി ജെ പിക്കും വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ സംഭവിച്ചത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് എന്താണ് അതിലെ ബി ജെ പിയുടെ പ്രതികരണം? ഈ മുഖ്യമന്ത്രിക്കും സി പി എമ്മിലും തോൽവി ഉണ്ടായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതോ ഒരു സ്വപ്ന ലോകത്താണ് ഇന്നും മുഖ്യമന്ത്രി. ഇതിനെ സാധാരണ നിലയിൽ പറയുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ്. ഇവിടെ തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരം തലസ്ഥാന നഗരമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് തലസ്ഥാനത്തിരുന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിധിയെഴുത്തും കൂടിയാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ബി ജെ പി തിരുവനന്തപുരത്ത് 50 സീറ്റുകളിലേക്ക് എത്തിയത് അതിൽ ഭൂരിപക്ഷവും സി പി എമ്മിൻ്റെ സീറ്റുകളായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ബി ജെ പിയും സി പി എമ്മുമായിട്ടാണ് ഈ തിരുവനന്തപുരത്ത് ഒരു പ്രധാന മത്സരം ഉണ്ടായിരുന്നത്. കോൺഗ്രസും ബി ജെ പിയുമായിട്ട് നേരിട്ട് മത്സരം നടന്ന 6-7 വാർഡുകൾ മാത്രമേ ഈ തിരുവനന്തപുരത്ത് പരമ്പരാഗതമായിട്ടുള്ളൂ. മറ്റെല്ലാ സീറ്റുകളിലും സി പി എമ്മുമായിട്ടാണ് മത്സരം നടക്കുന്നത്. ചില സീറ്റുകളിൽ സി പി എമ്മും കോൺഗ്രസുമായിട്ടാണ് മത്സരം നടക്കുന്നത്, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ. അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നതും ഞങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിക്കുന്നതും ഞങ്ങളുടെ പരിശ്രമം കൊണ്ടാണ്. ഇവിടെ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അഴിമതി, നഗരസഭയിൽ നടന്ന കൊടിയ അഴിമതി, ആ കൊടിയ അഴിമതിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഉണ്ടായത് എന്ന് ആദ്യം പിണറായി വിജയൻ മനസ്സിലാക്കണം. രണ്ടാമതായി, സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയാത്ത പിണറായി വിജയൻ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ പുലഭ്യം പറയുന്നു എന്നതിലപ്പുറം അതിൽ ഒരു രാഷ്ട്രീയമുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിൽ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. ആ മുന്നേറ്റത്തിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചു. അത് സ്വാഭാവികമാണ്. ഞങ്ങൾ ഒരു കാര്യം കൂടി ശ്രീ പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിലെ അധികാരം പിടിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ യാത്രയുടെ ഒരു ഗേറ്റ് വേ ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ അധികാരം പിടിച്ചുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് കേരളത്തിൻ്റെ അധികാരം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയന് വരും നാളുകളിൽ അത് വഴിയെ മനസ്സിലായിക്കൊള്ളും എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്.